ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 97ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? അധികം പറഞ്ഞു നീട്ടുന്നില്ല. എന്നാൽ ശരി, വായോ. ഏതർത്ഥത്തിൽ നോക്കുകയാണെങ്കിലും ഇവളിൽ എന്നേക്കാൾ കൂടുതൽ പരിചയം നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ മേലാൽ ഇതുപോലെ ഞാൻ വല്ലതും കണ്ട ബാക്കി ഞാൻ അപ്പം പറയാം. അത് പറഞ്ഞ് ശിവ പാർവണിയുടെ കൈയും പിടിച്ച് വലിച്ച് തൻ്റെ ക്യാബിനിലേക്ക് വന്നു. ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി വാതിലടച്ചവൻ പാർവണിയുടെ കയ്യിൽ പിടിവിട്ടു. എന്താ അവൻ പറഞ്ഞേ? സ്വദേശത്തി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. അവൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചപ്പോ നീ എന്താ ഒന്നും മിണ്ടാതെന്നേ? ഞാൻ പലതവണ പറഞ്ഞ കയ്യിൽ നിന്ന് വിടാൻ, അയാൾ കേൾക്കാതിരുന്നേ. നീ പൊക്കോ. അത് പറഞ്ഞു പാർവണ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷം രശ്മി വിളിച്ചിരുന്നു. അവർ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. വൈകുന്നേരം വരെ സമയം തള്ളി നീക്കി. ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പോൾ ഇറങ്ങാനായി ബാഗ് എടുത്തപ്പോഴാണ് കീ ശിവയുടെ കയ്യിലാന്ന് ഓർമ്മ വന്നത്. അവൾ ബാഗ് ടേബിളിന് മുകളിൽ തന്നെ വെച്ച് ശിവയുടെ ക്യാബിനിലേക്ക് നടന്നു. അവനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ശിവയെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സ്റ്റീഫൻ തൻ്റെ മുന്നിൽ വന്നു നിന്നത്. അവനെ കണ്ടതും പാർവണ പേടിയോടെ ചുറ്റും നോക്കി. താനിങ്ങനെ പേടിക്കണ്ട, ഞാൻ ഒരു സോറി പറയാൻ വന്നാണ്. സ്റ്റീഫൻ അത് പറഞ്ഞപ്പോൾ പാർവണ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടു വന്നു. ശിവരാഗിൻ്റെ വൈഫാണ് പാർവണ എന്ന് ഞാൻ അറിഞ്ഞില്ല. അതറിയാതെ ഞാൻ എന്തൊക്കെയോ. അവനൊരു ചമ്മലോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ശിവരാഗനോടെല്ലാം പറഞ്ഞു. അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സോറി പെങ്ങളെ. സ്റ്റീഫൻ്റെ പെങ്ങളെ എന്നുള്ള വിളി കേട്ടതും പാർവണ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് സ്റ്റീഫൻ ആദ്യം ഒന്ന് ചമ്മയെങ്കിലും പിന്നീട് അവനും ചിരിക്കാൻ തുടങ്ങി. ഡ്യൂട്ടി ടൈം കഴിഞ്ഞല്ലോ, ഇറങ്ങാറായില്ലേ? സ്റ്റീഫൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. ശിവ ഡോക്ടറെ കണ്ടായിരുന്നോ? അവൾ ചോദിച്ചത് കേട്ട് സ്റ്റീഫൻ ആദ്യം ഒന്ന് ചിരിച്ചു. ഡോക്ടർ റൂം നമ്പർ 425 എന്നാ ഓക്കെ ബൈ. അത് പറഞ്ഞ് പാർവണ അവിടേക്ക് നടന്നു. ആ റൂമിൻ്റെ ഡോർ തുറന്ന് പാർവണ അകത്തേക്ക് കയറി. പേഷ്യൻസിൻ്റെ അടുത്ത് ഒരു ഫയൽ നോക്കിക്കൊണ്ട് ശിവ നിൽക്കുന്നുണ്ട്. അവനെയും ചേർന്ന് ഒരു പെൺകുട്ടിയും. കണ്ടിട്ട് പേഷ്യൻറ്റിനോടൊപ്പം ബൈസ്റ്റാൻഡറായി വന്നാന്ന് അവൾക്ക് തോന്നി. പക്ഷെ ശിവയോടുള്ള നോട്ടവും സംസാരവും പാർവണയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾ ദേഷ്യത്തിൽ നടന്ന് ശിവയുടെ പെൺകുട്ടിയുടെ ഇടയിലേക്ക് കയറി. പെട്ടെന്ന് തങ്ങളുടെ ഇടയിലേക്ക് കയറി നിന്നതും ശിവ ഫയലിൽ നിന്ന് തല ഉയർത്തി നോക്കി. പാർവണിയാണെന്ന് കണ്ടത് അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. എവിടേക്ക്? പാർവണിയുടെ നിൽപ്പും മുഖഭാവവും കണ്ട് ശിവയ്ക്ക് ചിരി വന്നു. അവൾ എപ്പോഴേക്കും ആ പഴയ കുശുമ്പി പാർവണിയാകുന്ന പോലെ അവന് തോന്നി. അവൻ വേഗം തൻ്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് അവൾക്ക് കൊടുത്തു. ഇറങ്ങാറായില്ലേ? അവൾ അതേ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. കുറച്ച് കഴിയും, ഇവിടെ ഈ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യാണ്ട്. അത് കേട്ടും പാർവണ മുഖം ഉയർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്താ എൻ്റെ വിചാരം? അവൻ വലിയ ക്വസ്റ്റനാണോ? ഷർട്ടിൻ്റെ ബട്ടൺസ് ശരിക്കും ഇടാൻ എന്താ? പേഷ്യൻറ്റും പരിശോധിക്കാൻ വന്നാൽ പരിശോധിച്ചിട്ട് പോകണം, അല്ലാതെ ബൈസ്റ്റാൻഡറിനോട് സംസാരിച്ച് നിൽക്കല്ല വേണ്ടേ. അവൾ ഓരോന്ന് പിറുപുറത്തുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറി. കീ ബാഗിലിട്ട് ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി. പാർവണ ഇറങ്ങിയതിന് പിന്നാലെ ശിവയെ ഇറങ്ങിയിരുന്നു. അവൻ പുറത്തേക്ക് എത്തുമ്പോഴേക്കും പാർവണ ലിഫ്റ്റ് കയറിയിരുന്നു. അത് കണ്ട് ശിവ വേഗത്തിൽ സ്റ്റെയറുകൾ ഓടിയിറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. പാർവണ ഹോസ്പിറ്റൽ ഗേറ്റ് കടന്ന് പോകുന്നതിന് മുമ്പ് അവൻ വണ്ടിയെടുത്ത് അവളുടെ മുന്നിൽ വന്നു നിന്നു. വരുന്നുണ്ടാ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഇല്ല, ഞാൻ നടന്നു വന്നോളാം. അവൾ വേറെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ കൂടെ വരാൻ വേറെ ആൾക്കാരുണ്ട്. ശിവ കുറച്ചകലെയായി അവനെ നോക്കി നിൽക്കുന്ന ബൈസ്റ്റാൻഡറെ നിന്ന കുട്ടിയോട് നോക്കി പറഞ്ഞു. അത് കണ്ടതും പാർവണ വേഗം അവൻ്റെ ബുള്ളറ്റിലേക്ക് കയറി. ശിവ ഒരു പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. എൻ്റെ മഹാദേവ, ഇതിൽ പിടിച്ചിരിക്കാനുള്ള ഹാൻഡിലൊന്നും ഇല്ലല്ലോ. ഇവൻ്റെ തോണി പിടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, പക്ഷെ പിടിക്കാതിരിക്കാൻ വീണാലോ? വേണ്ട, ഉള്ള മേച്ച് പോവണ്ട. അവൾ ഓരോന്നും മനസ്സിൽ വിചാരിച്ച് അവൻ്റെ തോളിലേക്ക് കൈ വെക്കാൻ നിന്നതും തിരികെ കൈ എടുത്തു. അവളുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം ശിവ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. ശിവ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഒരു ഗട്ടറിലേക്ക് ചാടിച്ചു. വണ്ടി ഒന്ന് കുലുങ്ങിയതും പാർവണ ശിവയുടെ തോളിലായി മുറുകെ പിടിച്ചു. പോയി, ഇമേജ് പോയി. ഇനി എന്താ കാണിച്ചു തുമ്പിനി? അവൾ നാവ് കടിച്ചുകൊണ്ട് അവൻ്റെ തോളിലൂടെ കയ്യിലിട്ടു.
മര്യാദയ്ക്ക് പിടിച്ചിരുന്ന വീട്ടിലെത്താം, അല്ലെങ്കിൽ റോഡിൽ വീണ് കിടക്കത്തേ ഉള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. മിററിലൂടെ പാർവണിയെ നോക്കി ശിവ പറഞ്ഞു. അത് കേട്ടതും പാർവണ അവന്റെ തോളിൽ പിടിച്ചിരുന്നു. വണ്ടി ഒരു റോഡിലേക്ക് തിരിഞ്ഞതും അവൾ ശിവയെ സംശയത്തോടെ നോക്കി. എന്നാൽ അവനതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ തിരിച്ചു. നമ്മളെങ്ങോട്ടാ പോകുന്നേ? അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പാർവണ ചോദിച്ചു. എന്നാൽ ശിവ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇനി ഞാൻ പറഞ്ഞത് കേട്ട് കാണില്ലേ? ഒന്നും കൂടെ ചോദിച്ചു നോക്കാം. നമ്മളെവിടേക്കാ പോണേന്ന് അവന്റെ ചെവിയിൽ ഉറക്കെ ചോദിച്ചാൽ ശിവ പെട്ടെന്ന് വണ്ടി നിർത്തി. എനിക്ക് ചെവി കേൾക്കാൻ, പതുക്കെ പറഞ്ഞാൽ മതി. മനുഷ്യന്റെ ചെവി പൊട്ടി. അവൻ പാർവണയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഒരു വട്ടം ചോദിച്ചതാ, അപ്പൊ ഒന്നും മിണ്ടിയില്ല. മുഖം കൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. നിനക്കിപ്പ എന്താ വേണ്ടേ? നമ്മളെ പിടിക്കാ പോണേ? നിന്നെ കൊല്ലാൻ എന്താ ശവം പേടിയുണ്ടാ? അവൻ വണ്ടി മുന്നോട്ടെടുത്തോണ്ട് ചോദിച്ചു. മരിക്കാൻ പേടിയൊന്നുമില്ല, പക്ഷെ നിന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അപ്പോഴേക്കും ശിവ ആ വീടിന് മുന്നിലായി വണ്ടി എത്തിച്ചിരുന്നു. വണ്ടി നിന്നതും പാർവണ താഴേക്ക് ഇറങ്ങി. അതെന്താ നിനക്ക് അത്ര ഉറപ്പ്? ഞാൻ കൊന്നാന്താ നീ മരിക്കില്ലേ? അവൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. നിന്റെ ജീവനും ജീവിതം എന്നെ ചുറ്റിപ്പറ്റിയാന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല ശിവ. അവൾ പറയുന്ന കേട്ട് കണ്ണെടുക്കാതെ ശിവ അവളെ തന്നെ നോക്കിയിരുന്നു. സാറെപ്പോഴാ വന്നേ? കുറെ നേരമായോ? അപ്പോഴേക്കും ഒരാൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു. ഏയ് ഇപ്പൊ വന്നോളൂ, ഞാൻ ചേട്ടനെ വിളിക്കാൻ നിൽക്കുമായിരുന്നു. എന്റെ കുറച്ച് സാധനങ്ങൾ അകത്തുണ്ട്, അതെടുക്കാൻ വന്നതാ. അതെടുത്തിട്ട് ഇപ്പൊ വരാട്ടോ. അത് പറഞ്ഞ് ശിവ അകത്തേക്ക് പോയി. കുട്ടി സാറിൻ്റെ ആരാ? ഒന്നും മിണ്ടാതെ അകലേക്ക് നോക്കി നിൽക്കുന്ന പാർവണി നോക്കി അയാൾ ചോദിച്ചു. അത് പിന്നെ ഞാൻ. അവൾക്ക് എന്ത് ഉത്തരം നൽകണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴേക്കും ഒരു ബാഗും തോളിലിട്ട് ശിവ പുറത്തേക്ക് വന്നിരുന്നു. അവൻ വാതിൽ പൊട്ടി കീ അയാളുടെ കയ്യിൽ കൊടുത്തു. സാറപ്പ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചോ? ഇവിടെ വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. അയാൾ കീ വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനിവിടെ ഒരു കാര്യം അന്വേഷിച്ചു വന്നതാണ്, അത് കിട്ടി. പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ ശിവ ബുള്ളറ്റിൽ കയറി. പിന്നിൽ പാർവണയും. ഇതാരാണെന്ന് പറഞ്ഞില്ലല്ലോ? പാർവണയെ നോക്കി അയാൾ ചോദിച്ചു. അതേസമയം പാർവണ ശിവയൊന്ന് നോക്കി. എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. ശിവ അത് പറഞ്ഞതും പാർവണയുടെ മനസ്സിൽ സങ്കടം നിറഞ്ഞു. അത് അവളുടെ മുഖത്തും പ്രകടമായിരുന്നു. അത് കൃത്യമായി ശിവ മിററിലൂടെ കണ്ടിരുന്നു. അയാളോട് യാത്ര പറഞ്ഞ ശിവ വണ്ടി മുന്നോട്ടെടുത്തു. പാർവണയുടെ കണ്ണുകൾ എന്തെന്നില്ലാതെ നിറഞ്ഞൊഴുകി. ശിവ കാണാതെ അത് തുടച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്ത് എന്നെ 1.5 കൊല്ലം നീ സങ്കടപ്പെടുത്തിയതല്ലേ? ഇനി നീ കുറച്ച് സങ്കടപ്പെടും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫ്ലാറ്റിന് മുന്നിലെത്തിയതും പാർവണ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ഫ്ലാറ്റിലേക്ക് ഓടി. ലിഫ്റ്റിന് കാത്തു നിൽക്കാതെ അവൾ സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവൾ അതെല്ലാം തുടച്ച് മുകളിലേക്ക് എത്തി. അപ്പോഴേക്കും ലിഫ്റ്റിൽ കയറി ശിവയും ഫ്ലാറ്റിന് മുന്നിലെത്തിയിരുന്നു. അവളുടെ നിറഞ്ഞ മെഴുക കണ്ടപ്പോൾ അവന്റെ മനസ്സിലും എന്തോ വല്ലാത്ത ഭാരം തോന്നി. കയ്യിലെ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. പിന്നാലെ ശിവയും. അവൾ നേരെ റൂമിലേക്ക് പോയി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ശിവ സോഫയിൽ വന്നിരുന്നു. പാർവണ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും ശിവ അതേ ഇരിപ്പിൽ തന്നെയായിരുന്നു. നോട്ടം മൊത്തം ഫ്രണ്ട് ഡോറിലേക്കാണ്. ഇടയ്ക്ക് ഫോൺ എടുത്ത് ആരെയും വിളിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് പാർവണ കിച്ചണിലേക്ക് പോയി. ഹാളിൽ നിന്നുള്ള ശബ്ദം കേട്ടതും അവൾ ഗ്യാസ് ഓഫ് ചെയ്ത് പുറത്തേക്ക് വന്നു. രശ്മിയും കണ്ണനും പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ചേട്ടായി, ഇതാണ് നിങ്ങളുടെ കുഞ്ഞ്. ഇവിടെ എത്തുന്ന വരെ മനുഷ്യന് ഒരു സമാധാനം തന്നിട്ടില്ല. എത്ര തവണയായി വിളിക്കണേ? ഞാൻ പറഞ്ഞല്ലേ എത്താറായിന്ന്. എന്നിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ വിളിച്ചോളും. കയ്യിലുള്ള കുഞ്ഞിനെ ശിവയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തോണ്ട് രശ്മി പറഞ്ഞു. ചെറിയൊരു പേടിയുണ്ടെങ്കിലും ശിവ കുഞ്ഞിനെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ നെറുകിൽ മുത്തമിട്ടു. ശിവയെ പാർവണിയെയും അതിശയത്തോടെ കാണുകയായിരുന്നത്. കുഞ്ഞ് ആരോടും എളുപ്പത്തിൽ കൂട്ടാകാറില്ല. പക്ഷെ ശിവയോട് എത്ര പെട്ടെന്നാണ് കുഞ്ഞ് ഇണങ്ങിയത്. അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ അവളും തിരിച്ചറിയുകയായിരിക്കും. ശിവയും കുഞ്ഞിനെയും നോക്കി പാർവണ മനസ്സിൽ പറഞ്ഞു. സോറി, ലെങ്ത് ഇല്ല കേട്ടോ. അടുത്ത ദിവസം ലെങ്ത്തിൽ പോസ്റ്റാം. ഇന്ന് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. ബൈ, താങ്ക് യു.